ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. മോട്ടോ E14 എന്ന മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മോഡലായ E13 എന്ന മോഡലിൻ്റെ റീപ്ലേസിംഗ് മോഡലും കൂടാണിത്. ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണാണ്. 6200 രൂപ മാത്രമാണ് ഇന്ത്യയിൽ വരുന്നത്. UAE വരുന്നത് 269 ദിർഹംസും. നല്ല ബഡ്ജറ്റിൽ വരുന്ന അടിപൊളി അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണാണിത്. ഫോണിൻ്റെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഫോണിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതും കൂടെ ഒന്നൊക്കെ നമുക്ക് നോക്കിയതിന് ശേഷം ഫോണിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണിൻ്റെ ബോക്സ്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോണാണുള്ളത്. ഫോണിൻ്റെ കൂടെ നമുക്ക് സിലിക്കോൺ കവറും കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ബോക്സിൽ യൂസർ മാനുവൽ, സിം എജക്റ്റിംഗ് ടൂള്, ചാർജിങ് അഡാപ്റ്റർ 10 വാട്ടിൻ്റെ ചാർജറാണ് ബോക്സിൽ കൊടുക്കുന്നത്. പക്ഷേ നമ്മളെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് മാക്സിമം 15 വാട്ടിൻ്റെതാണ്. പിന്നെ Type-C to USB കേബിൾ, പിന്നെ ഇയർഫോണും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഇത്രയാണ് ബോക്സിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഫോണ്. ഇതിന് മുമ്പ് ഇതേപോലുള്ള ബഡ്ജറ്റ് ഫോണുകളൊക്കെ മോട്ടോറോള ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉള്ള അതേ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്, ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ തന്നെ മോട്ടോറോളൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ ഇരിക്കുന്നൊരു ഭാഗം കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്യാമറയും ഒരു ഫ്ലാഷാണ് വരുന്നത്. ഫുൾ പ്ലാസ്റ്റിക് ബോഡിയാണ് നമ്മൾ ഈ ഫോൺ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ, തീരെ വെയിറ്റ് ഇല്ല. 169 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഒരു ഭാരം വരുന്നത്. അതുകൊണ്ട് തന്നെ തീരെ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്ലിം ആയിട്ടുള്ള ഫോണാണ്. ഫോണിൻ്റെ ഇവിടെ ആയിട്ട് പവർ ബട്ടന്, പിന്നെ വോളിയം വോക്കേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് മേലെ. ഈ ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് Type-C ചാർജിങ് പോർട്ട്, ഒരു മെയിൻ മൈക്ക്, സ്പീക്കർ ഗ്രില്ല്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് ഇതിലുള്ളത്. 1 TB വരെയാണ് ഇതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറിൻ്റെ കപ്പാസിറ്റി. ഇപ്പോൾ ടോട്ടൽ ഈ ഫോണിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും അടിപൊളിയാണ്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ, 6.56 ഇഞ്ചിൻ്റെ HD+ IPS LCD 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ഫോൺ വരുന്നത്. കമ്പനി ഇതിന് പറയുന്നത് തന്നെ എക്സ്ട്രാ ബ്രൈറ്റ് ഡിസ്പ്ലേ എന്നാണ്. 84.9% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. വലിയ ബസൽസ് ഒന്നും ഇല്ല സൈഡിൽ, താഴ്ഭാഗത്ത് മാത്രം ചെറിയ രീതിയിലുള്ള ബസ്സിൽ. പിന്നെ നമുക്ക് പഞ്ച് ഹോൾ ക്യാമറ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ 90 Hz ഒക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മോട്ടോറോള ഇതേപോലെയുള്ള ബഡ്ജറ്റ് ഫോണുകളിലൊക്കെ തന്നെ ഓൾമോസ്റ്റ് 90 Hz റീഫ്രഷ് റേറ്റ് ആണ് കൊടുക്കാറ്. നല്ല ബ്രൈറ്റ് ആയിട്ട് ഡിസ്പ്ലേ ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. കോർണിക് ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. അതുപോലെ IP52 വാട്ടർ റിപ്പല്ലിംഗ് റേറ്റിംഗ് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ വീടിൻ്റെ അകത്തായാലും അതുപോലെ തന്നെ റൂമിൻ്റെ അകത്തായാലും ഒക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ട് തന്നെ ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, പുറത്തു പോയി നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് പോലും നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല വിസിബിൾ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നത്. ഞാൻ വിചാരിച്ചു സൺലൈറ്റ് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഷെയ്ഡായിട്ടൊക്കെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഫോണിൽ വരുന്നത് Android 14 യൂണിസോക് T606 എന്നുള്ളൊരു ഒക്ടാ കോർ പ്രൊസസ്സറാണ്. അപ്പോൾ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഇതേപോലുള്ള ബഡ്ജറ്റ് വരുന്ന മോട്ടോറോളൻ്റെ ഫോണിലൊക്കെ തന്നെ ഇതേ ഒരു പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. അതന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അതിനൊന്നും യാതൊരു മാറ്റമില്ല. ഒരു ബേസിക് ആയിട്ടുള്ള പ്രൊസസ്സർ. ഇതൊരു 4G ഫോണാണ്, 5G ഫോണല്ല. അതുപോലെ ഈ ഫോൺ വരുന്നത് 2GB റാമിൽ 64GB സ്റ്റോറേജിലാണ്. അപ്പോൾ ഈ 2GB എന്നുള്ളത് നമുക്ക് 2GB കൂടെ എക്സ്പാൻഡബിൾ ആണ്. അങ്ങനെ 4GB ആയിട്ട് കിട്ടും. LPDDR4X ആണ് റാം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുമ്പോൾ. ഇനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. 13 MP ഒരു ക്യാമറ ആണ് വരുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 5 MP അപ്പോൾ ഇതിൽ രണ്ടിലും എടുക്കാൻ പറ്റുന്ന വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫുൾ HD 30 ഫ്രെയിം/സെക്കൻഡിലാണ്. അപ്പോൾ ഫുൾ HD ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്രൈസിന്. അപ്പോൾ എന്തായാലും ഇതിലെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ബ്രൈറ്റുള്ള നല്ല ലൈറ്റുള്ള സമയത്ത് അടിപൊളി ഫോട്ടോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഈ ഒരു 13 MP ക്യാമറയിൽ എടുത്തതാണെന്ന് നമ്മൾ പറയില്ല, അത്രയും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫുൾ HD 30 ഫ്രെയിം/സെക്കൻഡിലാണ് ഈ ഒരു റിയർ ക്യാമറ എടുക്കാൻ പറ്റുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി. സൗണ്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു പ്രൈസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഈ ഒരു ക്യാമറ കിട്ടുന്നുണ്ട്. വിചാരിച്ചതിലും നല്ല ക്വാളിറ്റി ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, അടിപൊളി.
അതുപോലെ സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിനും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഫോട്ടോ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് വീഡിയോക്ക്. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. വിചാരിച്ചതിലും കൂടുതൽ ക്വാളിറ്റി കിട്ടുന്നുണ്ട് ക്യാമറയിൽ. ഒരു 6200 രൂപയുടെ ഫോണിൽ ഇത്രമാത്രം ക്വാളിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഫേസിലൊക്കെ കുറച്ച് വൈറ്റ് കൂടുതലാണ്, പക്ഷേ ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഈ ഒരു ക്യാമറയിൽ. വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളി. ഇനി ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ലൗഡ് ഉണ്ട് എന്നൊന്ന് കേട്ട് നോക്കാം. അത്യാവശ്യം നല്ല ലൗഡ് സൗണ്ട് കിട്ടുന്നുണ്ട്. സൗണ്ടിൻ്റെ സൈഡൊക്കെ നോക്കുന്ന സമയത്ത് ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി 5000 mAh ബാറ്ററിയാണ് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ 10 വാട്ടിൻ്റെ ചാർജറാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. മാക്സിമം 15 വാട്ടിൻ്റെ ചാർജറാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫോൺ നല്ല സ്ലിമ്മാണ് വരുന്നത്. ഈ 5000 mAh ബാറ്ററി വന്നിട്ട് പോലും ഇത്രയും സ്ലിം ആയിട്ടാണ്. അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഈ ഫോൺ വരുന്നതും. ഇനി ഫോണിൽ വരുന്നത് പാറ്റേൺ ലോക്കും അതുപോലെ തന്നെ ഫേസ് ലോക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നില്ല. അപ്പോൾ ഫേസ് ലോക്ക് നമുക്ക് നോക്കി നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. ഇപ്പോൾ ഫേസ് ലോക്ക് ഇവിടെ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ആവറേജ് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. വലിയ സ്പീഡും ഇല്ല, നല്ല സ്ലോ അല്ലാത്ത രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫോണിൽ കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാഷ് വരും. അതുപോലെ തന്നെ പവർ ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആവും. പിന്നെ ജസ്റ്റ് ഫിംഗർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. പിന്നെ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ലോക്കായി. പിന്നെ സെൽഫി ക്യാമറേൻ്റെ ചുറ്റും ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കാണാം. പിന്നെ ഇവിടെ നമുക്ക് ഷോർട്ട് കീ ഓപ്ഷൻ വരുന്നുണ്ട്. വേറെ ബ്രാൻഡിൽ ഇതേ ബഡ്ജറ്റിൽ വരുന്ന ഫോണുകളിലൊന്നും കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 2.4 5 GHz വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് വരുന്നുണ്ട്, സ്ക്രീൻ കാസ്റ്റിംഗ് വരുന്നുണ്ട്. പിന്നെ NFC ഇതിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ OTG സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസിന് വെർത്തായിട്ടുള്ള ഫോൺ തന്നെയാണത്. കാരണം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അടിപൊളി ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിയും നല്ല അടിപൊളിയാണ്. പിന്നെ ബാറ്ററി സൈഡും നല്ല വലിയ ബാറ്ററി കപ്പാസിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ നോക്കുകയാണെങ്കിലും നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ. പിന്നെ ക്യാമറ സൈഡ് നോക്കുമ്പോഴും അടിപൊളിയാണ്. ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ ഫീച്ചേഴ്സുകളൊക്കെ തന്നെ മോട്ടോറോള ബഡ്ജറ്റ് ഫോണുകളിൽ വരുന്നതാണ്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 1000 രൂപ കൂടെ നിങ്ങളുടെ കയ്യിൽ അധികം ഉണ്ടെങ്കിൽ ഇതിലും കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടിയിട്ടുള്ള മോട്ടോറോളൻ്റെ ഫോണുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി ഫോൺ, അതും 6200 രൂപക്ക് എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കണ്ണും പൂട്ടി ചൂസ് ചെയ്യാൻ പറ്റിയ ഫോണാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡറി ഫോണായിട്ട് കൊണ്ടുനടക്കാനും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സ്കൂൾ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള അടിപൊളി ഫോൺ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയോളം നമ്മളെ മോട്ടോ E14 എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.